ഷീജ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷീജ, അല്പം മുമ്പ് പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇതുവരെയുള്ള എല്ലാ വിഷയത്തിലും അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയത്തിന് അതീതമായി നാട് എന്ന വികാരത്തിൽ ചേർന്ന് നിൽക്കേണ്ട വിഷയമാണ്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു കാലത്ത് UDF അധികാരത്തിൽ വന്നാലും ഈ അതിദാരിദ്ര്യമുക്തം എന്നുള്ള നേട്ടം ഇല്ലാതാകുന്നതല്ല. അപ്പോൾ കേരളത്തിന്റെ നേട്ടത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എങ്ങനെ സമീപിച്ചു എന്നുള്ളത് ചരിത്രത്തോട് അവർ പുലർത്തുന്ന നീതികേടായി കൂടി മാറില്ലേ? ഓൺലൈൻ മീഡിയ അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ മുൻഭാഗത്ത് കൂടി നിൽക്കുന്ന തീർച്ചയായും അസിത, അത് തന്നെയായിരുന്നു ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്തും മന്ത്രി MP രാജേഷും വ്യക്തമാക്കിയത്. കാരണം ഇന്നത്തെ ദിവസം ഈ ഒരു സുപ്രധാന പ്രഖ്യാപനം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ആ യോഗം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം അവരെ ചരിത്രം കുറ്റക്കാരായി തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഒരു നാടിന്റെ മാറ്റം, ആ നാടിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഒരു ജനതയുടെ പുതുജീവിതം അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ സന്തോഷം കൊള്ളാതെ ഒരു നാടിനുണ്ടായ മാറ്റത്തെ അംഗീകരിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട്, അതാണ് പ്രതിപക്ഷം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത്. ഏതായാലും നമ്മൾക്ക് ഇവിടെ കൂടുതൽ അതിഥികൾ ഒക്കെ എത്തിത്തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വലിയ നേട്ടത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് കേരളം? ആ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത്, അതിന്റെ ഒരു യാത്രയെ നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ വികാസത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1957 ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ബാലറ്റിലൂടെ അധികാരത്തിൽ വരികയാണ്. 59 കർഷക ബന്ധ നിയമം പാസാക്കി. ആ നിയമമാണ് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് വന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, 59 കർഷക ബന്ധ നിയമത്തിൽ കൃഷിക്കാരനും കർഷക തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുന്ന വ്യവസ്ഥകളെല്ലാം പിന്നീടുള്ള ഒരു 10 വർഷക്കാലം അവർ തകർത്തു കളഞ്ഞു. അങ്ങനെയാണ് 69 വീണ്ടും EMS ഗവൺമെന്റ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവരാനിടയായത്. ഈ ഭൂനിയമങ്ങൾ, കർഷക ബന്ധ നിയമവും ഭൂപരിഷ്കരണ ഭേദഗതി നിയമവും കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയതാണ്. അതാണ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വികാസത്തിൻ്റെ അടിത്തറ ഈ മേഖലയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് പെൻഷൻ വന്നു, ക്ഷേമ പദ്ധതികൾ വന്നു. വലിയ നേട്ടത്തിലേക്ക് ജനങ്ങളെ ഉയർത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2021 വീണ്ടും പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുമെന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് കണ്ടെത്തി. അതിദാരിദ്ര്യത്തിൻ്റെ ഓരോ ഘടകവും പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിന് പരിഹാരമുണ്ടാക്കി. അതിൻ്റെ അവസാനത്തെ പ്രഖ്യാപനമാണ് ഇന്ന് കേരളപ്പിറവി ദിനമായിട്ടുള്ള നവംബർ 1 നടക്കുന്നത്. ഇത് ജനങ്ങളുടെ നേട്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഈ നേട്ടം കൈവരിക്കുന്നിടത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിരാകുന്നു എന്നുള്ള വെപ്രാളമാണ് UDFിനുള്ളത്. അവർ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയാൻ അവർക്കിപ്പോഴും കഴിയുന്നില്ലല്ലോ. അവരിത് പല രീതിയിലും തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അനുഭവമുള്ള ജനങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ബോധ്യമുള്ള ജനങ്ങൾ ശരിയായ നിലപാടെടുക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ഈ നേട്ടങ്ങളെല്ലാം എത്തിക്കുന്നത് കേരളത്തെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കൈകളിൽ ഏൽപ്പിക്കുക എന്ന ജനങ്ങളുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുക എന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നവംബർ 1 എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനമായ ഈ നവംബർ എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് മാറുകയാണ്. ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളമാണ് ഈ വേറിട്ട നിലപാടെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും. ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ദാരിദ്ര്യം പൂർണ്ണമായും പരിഹരിക്കണമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യം പൂർണ്ണമായി അവസാനിപ്പിക്കത്തക്ക നിലയിൽ ഓരോ കുടുംബത്തിനും വരുമാനം ഉറപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിലേക്ക് പോകാൻ കഴിയും. അതാണ് ഈ നേട്ടത്തിന്റെ പ്രത്യേകത.
തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കാരണം ഏത് രീതിയിലാണ് ഈ ഒരു മാറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമായത് എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല, ഒരു ചെറിയ യാത്രയല്ല എന്നുള്ളതാണ് ഓരോ വ്യക്തികളും നമ്മളോട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം പറയുമ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും നീണ്ട ഒരു പ്രയാണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അതിദാരിദ്ര്യ മുക്ത കേരളത്തിലേക്ക് ഇന്ന് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് 2021 എന്നുള്ളതാണ്. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കണം, അതിദാരിദ്ര്യം സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കണം എന്നുള്ളത്. തുടർന്ന് അതിനുള്ള മാനദണ്ഡം തയ്യാറാക്കുന്നു. മാനദണ്ഡം തയ്യാറാക്കിയതിനു ശേഷമാണ് അതിൻ്റെ ഓരോ ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ റോൾ നിർവഹിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളായിരുന്നു. കാരണം വാർഡ് അടിസ്ഥാനത്തിലായിരുന്നു ഇതിൻ്റെ പരിശോധനകൾ നടത്തിയത്. അതിനുവേണ്ടി നിരവധി പേരെയാണ് കില പരിശീലിപ്പിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, തുടർന്ന് ഈ വാർഡ് ശരിയാണ് ഷീജ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ ഒന്നടങ്കം അഭിമാനത്തിലൂടെ പോകുന്ന ഒരു ദിവസമാണിന്ന്. ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേളകളിലേക്കാണ് നമ്മൾ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഇനി അല്പസമയങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ.